ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ആദ്യമായിട്ട് UK വന്നിട്ട് ഒരു യാത്ര പോവാണ് ഒറ്റയ്ക്ക്. അപ്പോൾ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കിൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. മാഞ്ചസ്റ്റർ ടൗണിൽ പോകണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് അതിൻ്റെ പിൻകോഡ് അടിച്ച് ബസ്സിൽ കയറി പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ബസ് ടിക്കറ്റ് എടുക്കണം. ബാക്കി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. കാരണം യാതൊരു ഐഡിയ ഇല്ല ഇവിടുത്തെ സിസ്റ്റത്തെ പറ്റിയിട്ടൊന്നും. 1-2 തവണ ബസ്സിൽ കയറി പോയതല്ലാതെ ഫസ്റ്റ് ടൈമാണ്. ബട്ട് നമ്മളങ്ങനെ പേടിച്ചിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ ഇറങ്ങാൻ തീരുമാനിച്ചു. ഇവിടുത്തെ ഒരു സിസ്റ്റം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടുന്ന് ക്രോസ് ചെയ്യണം. ഇവിടുന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ വെറുതെ നമ്മൾ ചാടി ഇറങ്ങി ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മളിവിടെ പ്രസ് ചെയ്യണം. ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ലൈറ്റ് കത്തും. അതിനുശേഷം അവർ പറയും നമ്മൾ എപ്പോഴാണ് പോകേണ്ടതെന്ന്. അന്നേരം നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. കാണിച്ചു തരാം. ഇപ്പം എല്ലാ വണ്ടികളും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടെ. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് വേണം ഇപ്പോൾ ക്രോസ് ചെയ്ത് പോകാമല്ലോ. യെസ്, ഇപ്പോൾ അവിടെ ഗ്രീൻ ലൈറ്റ് കത്തി. അപ്പോൾ നമുക്ക് പോവാം. ആ സമയത്ത് നമ്മളൊന്നും പേടിക്കേണ്ടതില്ല. ഇപ്പോൾ ഞാനവിടെ ഗ്രീൻ ലൈറ്റ് വെച്ചതുകൊണ്ട് ഞാൻ കടന്നു പോന്നു. എന്നാലും ആ വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടേക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇവിടെ നിന്നാണ് പോകേണ്ടത്. ഇനി നമുക്ക് നേരെ പോകേണ്ടത് പിക്കറ്റ്ലിയിലോട്ടാണ്. പിക്കറ്റ്ലി ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഇത്രേ ഉള്ളൂ. ഇവിടുത്തെ മാത്രമേ ബസ് നിർത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ നിന്നിട്ട് ഇനി ബസ്സിൻ്റെ നമ്പറൊക്കെ നോക്കാനുണ്ട്. എനിക്ക് പോകേണ്ടത് M98BT എന്ന് പറയുന്ന പിൻകോഡിലേക്കാണ്. അവിടെ ആണ് എനിക്ക് എത്തേണ്ടത്. ഞാനിവിടെ വന്ന് നിന്നിട്ട് ഗൂഗിൾ മാപ്പ് എടുക്കുക. ഗൂഗിൾ മാപ്പ് എടുത്ത് ഡെസ്റ്റിനേഷനിൽ ഇവിടെ ഈ പിൻകോഡ് അങ്ങ് അടിക്കുക. ആ പിൻകോഡ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ലിസ്റ്റ് വരും. ഇവിടുന്ന് പോകേണ്ട ബസ്സുകളുടെ ലിസ്റ്റ് വരും. അപ്പോൾ 231 നമ്പർ ബസ്സിലാണ് എനിക്ക് ഇവിടുന്ന് കയറേണ്ടത്. ഇവിടുന്ന് പിക്കറ്റ്ലിയിൽ നിന്ന് മാറി അടുത്ത ബസ്സിൽ കയറിയിട്ട് വേണം ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ. പിക്കറ്റ്ലി വരെ ഞാൻ പോയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ പോയിട്ടില്ല. എന്തായാലും വേണ്ടില്ല, ഇന്ന് പോകും. എന്ത് വന്നാലും പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു മൂഡിലാണ് നിൽക്കുന്നത്. ഞാൻ എന്താ ബാക്കിൽ കാണാം ബസ് സ്റ്റോപ്പ്. ഇപ്പോൾ ബസ്സിൽ കയറി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ £5 കൊടുത്തിട്ട് നമ്മളൊരു എനി ബസ് ടിക്കറ്റ് എടുക്കുക. എനി ബസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസം ഏത് ബസ്സിൽ കയറിയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും യാത്ര ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് അതെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ പിന്നെ നോർമലി £2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടും പെട്ടെന്ന് അടുത്ത് പോയി വരാനാണെങ്കിൽ £2 നമുക്ക് ടിക്കറ്റ് കിട്ടും. ഇപ്പോൾ എനിക്ക് ഒത്തിരി ദൂരം പോകാനുള്ളതുകൊണ്ട് അറിയത്തില്ല. ഒരു ബസ് വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ബസ്സിൽ കയറി. ഈ കാണുന്നതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ. ഡ്രൈവർ തന്നെയാണ് ഇവിടെ ടിക്കറ്റ് എടുക്കുക. ഞാൻ എനി ബസ് എന്ന് പറഞ്ഞു. എനി ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ടിക്കറ്റ് തന്നു. അതിൻ്റെ ഇടയിൽ ഒരു കോമഡി ഉണ്ടായി, ഞാനത് പറയാം. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് പോവാം. ഞാൻ ബസ്സിൽ കയറിയിട്ട് എൻ്റെ കയ്യിൽ 20 പൗണ്ടായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പൗണ്ട് എടുത്ത് പുള്ളിയുടെ കൊടുത്ത്. പുള്ളി പറഞ്ഞു ചേഞ്ച് ഇല്ലെന്ന് പറഞ്ഞു. എൻ്റെ അടുത്താണെങ്കിൽ കാർഡും ഇല്ല. എൻ്റെ അടുത്ത് ആകെ ഈ 20 പൗണ്ട്സിൻ്റെ മാത്രമേ ഉള്ളൂ. എൻ്റെ ചില്ലറ ഒന്നും എൻ്റെ കയ്യിലില്ല. പുള്ളി പറഞ്ഞു സോറി, പുള്ളിയുടെ കയ്യിൽ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. ഞാനാകെ ഇല്ലാണ്ടായിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ബസ്സിൽ കയറുകയും ചെയ്തില്ലേ. അപ്പം എൻ്റെ മുഖം കണ്ടപ്പോൾ അയാൾ എന്നോട് സോറി പറഞ്ഞു. ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അത് ഈ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഞാൻ ഈ നാട്ടിൽ ആദ്യമാണ്. പറഞ്ഞു റിയലി സോറി എന്നൊക്കെ കുറേ പറഞ്ഞു. പുള്ളിയുടെ ജോലി ഭയങ്കര ബോറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ തമാശ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞു. സോ എന്തായാലും പുള്ളി എനിക്ക് തന്നു കേട്ടോ. പുള്ളി ചിരിച്ചോണ്ട് ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞ് എനിക്ക് തന്നു. ഞാൻ ടിക്കറ്റ് എടുത്തപ്പം എൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറിയിരിക്കുക കേട്ടോ.
ഈ കാണുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒഫീഷ്യൽ സ്റ്റേഡിയമാണ്. എത്തിഹാദ് ക്യാമ്പസ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ മുട്ടക്കാരനാണ് അതിൻ്റെ ഫ്ലൈറ്റിലാണ് ശരിക്കും ഞാൻ എനിക്കൊരു സർപ്രൈസ് തന്നു കേട്ടോ. ഞാനിവിടെ എത്തി വിക്കറ്റിൽ ഇറങ്ങി. നമ്മൾ രണ്ടാമത്തെ ബസ്സിൽ കയറിയിട്ട് 163 എന്ന് പറയുന്ന നമ്പർ മൈൽ നടന്നിട്ട് വേറൊരു ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. ആ ബസ് സ്റ്റോപ്പിൽ 163 എന്ന് പറഞ്ഞ ബസ്സിലാണ് എത്തിയത്. അങ്ങനെ വളരെ വിജയകരമായിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം നടക്കണം. അതായത് ഈ പുറകെ കാണുന്നതാണ് വഴി. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് ഈ വീട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇന്ന് നല്ല കാലാവസ്ഥ കേട്ടോ, നല്ല വെയിലൊക്കെ ഉണ്ട്. കുറച്ച് നിന്ന് സംസാരിക്കാം. അങ്ങനെ ഇനിയിപ്പോൾ ഒന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ. ഗൂഗിൾ മാപ്പിലുണ്ട്. അപ്പോൾ ഒന്ന് അടിച്ചിട്ട് ഹൗസ് നമ്പർ 18 എന്നാണ് പറഞ്ഞാൽ ഒന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ പോകേണ്ട ലൊക്കേഷൻ. ഇത്രയും ദൂരം കൂടെ നടക്കാനുണ്ട്. അപ്പോൾ ഇനി മെയിനായിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളീനെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് കച്ചവടം അടിക്കുക എന്നുള്ളതാണ്. പിന്നെ പുള്ളിയൊരു ഇംഗ്ലീഷുകാരനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇംഗ്ലീഷ് പുള്ളിയുടെ ഇംഗ്ലീഷ് ഭയങ്കര കാട് നമ്മളുടെ വ്യത്യാസമാണ്. അപ്പോൾ ഏതായാലും ഒന്ന് പോയി നോക്കാം. അധികം വീടുകളൊന്നുമില്ല, ഈ ഒരു സൈഡ് മാത്രമേ വീടുകളുള്ളൂ. നമ്മൾ മലയാളിയാണല്ലോ, പള്ളിയാണ്, എന്നാലും ചേർക്കണമല്ലോ. എന്തായാലും നടക്കട്ടെ. എൻ്റെ നിഴലാണ് എൻ്റെ മുമ്പിൽ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പള്ളിയാണെന്ന് കണ്ടിട്ട്. അതെ, കണ്ട, ഇതൊരു പള്ളിയാണ്, മാതാവിൻ്റെ ഒരു പള്ളിയാണ്. അങ്ങനെ UK വന്ന് ആദ്യമായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വന്ന് ആ വ്യക്തിനെ കണ്ടു. പുള്ളിയുടെ സൈക്കിൾ ഇതാണ് നമ്മുടെ സൈക്കിള്. ഈ സൈക്കിൾ ഞാൻ മേടിച്ചു. അതിൻ്റെ കൂടെ ഹെൽമെറ്റ്, ലോക്ക്, പമ്പ്, ടൂൾ കിറ്റ് ഇതെല്ലാം പുള്ളി എനിക്ക് തന്നു. പിന്നെ കുറേ നേരം സംസാരിച്ചു. പുള്ളിക്ക് യൂട്യൂബ് വീഡിയോസിൽ വരാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ എടുക്കാത്തത്. അപ്പോൾ ഞാൻ അങ്ങനെ ഈ സൈക്കിൾ എടുത്തു കേട്ടോ. ഇതാണ് നമ്മുടെ സൈക്കിള്. ബുക്ക്ലെറ്റ് അടക്കം എല്ലാ സാധനങ്ങളും ഉണ്ട് വണ്ടിക്ക്. അധികം യൂസ് ചെയ്തിട്ടില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. ഷിഫ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. വണ്ടി ഓടിച്ചു നോക്കി, നല്ല കംഫർട്ടാണ്. എല്ലാം കൊണ്ടും ഇവിടുത്തെ ഒരു യൂസിന് ഇത് മതി. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്താണ്. നമുക്കിനി ഭാവിയിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യാമല്ലോ. എനിക്കിതിപ്പം 75 പൗണ്ട് ആയിട്ടുള്ളൂ ഈ സൈക്കിൾ എടുക്കാനായിട്ട്. വിത്ത് ഫുൾ ഫെസിലിറ്റീസ്. അതിൻ്റെ കൂടെ പമ്പടക്കം, സ്റ്റാൻഡടക്കം എല്ലാ സാധനവും. ഇനി ഒന്നും പർച്ചേസ് ചെയ്യണ്ട. സൈക്കിൾ ചവിട്ടി ഇവിടെ ഒരു വലിയ പാർക്കിലെത്തിയിട്ടോ. എല്ലാ കുന്നാണ്. കുന്നും മലയും കയറി ഇങ്ങനെ പോവാണ്. എന്തായാലും പോയി നോക്കാം. ഇതൊക്കെ അല്ലേ ഒരു രസം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇവിടെ പുല്ലാണ്, നിറച്ച പുല്ലാണ് കേട്ടോ. സ്കിഡാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ക്യാമറയൊക്കെ എടുത്ത് പിടിച്ച് പോകുന്ന വൻ റിസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ വെക്കുകയാണ്. ഇവിടെ എനിക്ക് ചെറിയ അബദ്ധം പറ്റുക വെച്ചാൽ മൊബൈൽ ഹോൾഡർ ഇല്ല, വണ്ടി ഇപ്പോൾ എടുത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കാൻ ശകലം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കീശയിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കി വേണം പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇത് സൈക്കിൾ ഓടിക്കുന്നവർക്ക് സൈക്കിൾ ഓട്ടാനും നടക്കാനൊക്കെയുള്ള സ്ഥലം തോന്നണം. ഒരാളെയും കാണുന്നില്ല. അടിപൊളി സ്ഥലം കേട്ടോ. വാഹനങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ വേര് കാരണം റോഡ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. മരങ്ങളുടെ വേര് കാരണം. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട് മോട്ടോർവേ ആണിത്. നാലുവരിപ്പാതയാണ്. ഇതിൽ നോക്കി നിന്ന സമയം പോകുന്ന അറിയില്ല. ചറപറ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കും. ഈ സൈഡിലോട്ടും ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഓവർ ബ്രിഡ്ജിലാട്ടോ. നമ്മളിവിടുന്ന് പോകാൻ പോവാണ്. നമ്മളത് നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. ഏകദേശം ഒരു 6 മൈല് ഇപ്പം
പോന്നു. അതായത് ഒരു 9 കിലോമീറ്റർ ഇപ്പോൾ സൈക്കിൾ ചെയ്ത് പോന്നു. നമ്മൾ പോവാണ്. ഞാനിപ്പോൾ ഒരു 7 മൈല് സൈക്കിൾ ചെയ്തു. അപ്പോൾ സൈക്കിൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ അരുവിയുണ്ട്. ഈ അരുവിയുടെ അടുത്ത് ഞാൻ നിർത്തി. മടുത്തു ശരിക്കും. നല്ല തണുപ്പടിച്ചിട്ട് ചുമയുണ്ട്. കുറേ കാലം കൂടിയിട്ട് ചെയ്യുന്നതായതുകൊണ്ടേ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പം സൈക്ലിങ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്വാസം ഉള്ളിലോട്ട് വലിക്കില്ലേ, തണുത്ത കാറ്റല്ലേ, അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, എന്തായാലും പറ്റായികൊന്നുമില്ല. പഴയ നാട്ടിലത്തെ അതേ ഇതൊക്കെ സെറ്റപ്പൊക്കെ ഇവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് കിട്ടുന്നുണ്ട്. ഞാൻ വിചാരിച്ചു തണുപ്പായിട്ട് തീരെ ചവിട്ടാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും 7 കിലോമീറ്റർ വളരെ കൂളായിട്ട് ഇങ്ങ് പോന്നു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇതാ ഇവിടെ തൊട്ടടുത്ത് ഇങ്ങനെ അരുവി ഒഴുകുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ പോലെ അട്ട, പ്രാറ്റ, പഴുതാര, പ്രാണി ഈ വക ഒരു സാധനങ്ങൾ ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത്. ഈ കാലാവസ്ഥ കൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡത്തെ ഫെൻസിങ് ഒക്കെ തടിയിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ തടി ഇങ്ങനെ കുത്തനെടുത്ത് പോകില്ല, അല്ലെങ്കിൽ ചെതലരിക്കുകയില്ല എന്നുള്ള രീതിയിൽ. ഈ തണുപ്പ് കാരണം ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ പ്രാണികളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ നിർത്തിയ വഴി. ഒരു 6 റോഡാണ്. ഞാൻ എൻ്റെ സൈഡിൽ കയറ്റി പാർക്ക് ചെയ്തുകൊണ്ടോ. ഇവൻ അടിപൊളിയാട്ടോ, നല്ല യൂസർ ഫ്രണ്ട്ലി ആണ് ഇവൻ. അങ്ങനെ വലിയ ഉടക്കൊന്നും കാണിച്ചില്ല. പുതിയ ആൾ വന്നപ്പം നമ്മുടെ കൂടെ തന്നെ അവൻ പോന്നു. വേറെ കുരുത്തക്കേടൊന്നും ഒപ്പിച്ചില്ല. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാട്ടിലും വലിയൊരു മനുഷ്യനാണ് ഇത് ഓടിച്ചുകൊണ്ടിരുന്നത്. ജസ്റ്റ് കഴിക്കാൻ കൊടുത്തു വിട്ടത് കേട്ടോ. ഒരു സ്റ്റിക്കർ ഒട്ടിച്ച പഴവും ഒരു പെന്നും. ഇവിടുത്തെ എല്ലാ സാധനത്തിനും സ്റ്റിക്കറാണ്. കോഴിമുട്ടയിൽ വരെ പ്രിൻ്റാണ്. എക്സ്പയറി ഡേറ്റ്, കമ്പനി നെയിം. ശരിക്കും പറഞ്ഞാൽ നേരെ വെളുത്ത് എഴുന്നേറ്റപ്പോൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലാണ് ഈ പരസ്യം കണ്ടത്. അപ്പോൾ ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ച പുള്ളി പറഞ്ഞു ഈ മോർണിംഗിൽ പുള്ളി അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറി നേരെ ഇങ്ങ് പോകുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഇത് കൊടുത്തു വിട്ടെ. ഇത്രയും ദൂരം സൈക്കിൾ ഓട്ടിയപ്പോൾ ശരിക്കും മടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതുകൂടെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 10-12 മൈല് സൈക്കിൾ ഓടിയിട്ട് വീട്ടിലെത്തി. യെസ്, ടാസ്ക് കംപ്ലീറ്റ്. ഞങ്ങളുടെ ആദ്യത്തെ വണ്ടി, UK ആദ്യത്തെ വണ്ടി. അതെ, ഞങ്ങൾ സൈക്കിളിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഒന്നേ നല്ല കംഫർട്ടായിരുന്നു വണ്ടി ഓടിക്കാനായിട്ട്. ഒരു കുഴപ്പമില്ലായിരുന്നു. ആക്ച്വലി ഇതൊരു ഇംഗ്ലീഷുകാരൻ്റെ വണ്ടിയാണ്. അതുപോലെ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അടിപൊളി. ഇനി വണ്ടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അടുത്ത വണ്ടി കേട്ടോ. 21 ഗിയറാണ്. നമുക്കൊരു ബെല്ല് ഫ്രീ ആയിട്ട് തന്നു, ഹെൽമെറ്റ് ഫ്രീ ആയിട്ട് തന്നു, പൂട്ട് ഫ്രീ ആയിട്ട് തന്നു. പിന്നെ ഒരു ചെറിയ ഇതിനകത്ത് നിറച്ച് ടൂൾസും ഉണ്ട്. ഒറ്റ പ്രശ്നമുള്ള മഡ്ഗാർഡില്ലാത്തതുകൊണ്ട് ശകലം ചെളി തെറിച്ചിട്ടുണ്ടാകും പുറകിൽ. സംഭവം അത്യാവശ്യം നല്ല. ഞാനിപ്പോൾ ഈ ചെളിക്കകത്തൂടെ കൊണ്ടുവന്നിട്ടാട്ടോ ഇങ്ങനെ. ആ പുള്ളിയുടെ വീടിനുള്ളിൽ വെച്ചേക്കായിരുന്നു. വീടിനുള്ളിൽ ഒരു തുണി ഇട്ട് വെച്ചേക്കായിരുന്നു ഈ സാധനം. ഷിമാനോയുടെ ഗിയർ സെറ്റാണ്. ഇതാണ് ഇതിൻ്റെ കമ്പനി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ വണ്ടി UK